ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കാം. റവ തിളയ്ക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടുവേ. ഇനി വേവിച്ച് കുറുക്കിയെടുത്ത റവ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ആദ്യം 1 കപ്പ് അരിപ്പൊടിയും 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം കൂടെ ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും എടുക്കുന്ന അതേ നൈസ് അരിപ്പൊടിയാണ് വേണ്ടത്. ഇനി നമ്മൾ അടിച്ചെടുത്തതിലേക്ക് റവ കുറുക്കി വെച്ചിട്ടില്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോടുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി കുറച്ച് തേങ്ങ ഒന്ന് പൂളിയെടുക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഒരു പകുതി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ഇല്ലേ അത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് മാത്രം ഈസ്റ്റും കൂടി ഇട്ട് ഒന്നുകൂടെ അങ്ങ് അടിച്ചെടുക്കണം. ഇനി തേങ്ങ അരച്ചെടുത്തതും കൂടെ മാവ് അരച്ചെടുത്തതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി അങ്ങ് അടച്ച് വെക്കാം. ഞാൻ രാത്രിയിലാണ് അരച്ച് വെക്കുന്നത് കേട്ടോ. ലൈറ്റ് ഓഫാക്കി അങ്ങ് പോയി കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വന്നപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവ് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് മാവിന് അത്ര കുത്ത് വന്നില്ല കേട്ടോ. കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പം നന്നായിട്ട് കുത്തൊക്കെ വന്നു. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ ദോശമാവൊക്കെ കോരി വയ്ക്കുന്ന പോലെ ഒഴിച്ച് അടച്ച് വെച്ച് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ. പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റ് അപ്പമാണ്. പച്ചരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയെങ്കിൽ അരിപ്പൊടി കൊണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്.